ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഉടൻ നൽകും. പുനഃപരിശോധനാ ഹർജി അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനമായിട്ടുണ്ട്. എം.ജി. പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നത്? പ്രവിധ ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയതാണ് വലിയ വിവാദമായത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഇന്ന് വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് നേരിടേണ്ടതായി വന്നു. ഒപ്പം വലിയ വിമർശനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. നാളെ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി ദേവസ്വം ബോർഡ് നൽകുന്നു. ഈ പുനഃപരിശോധനാ ഹർജി ഒരുപക്ഷെ കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന നിലപാട് എം.ജി. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അപ്പീൽ നൽകുക. ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഉടൻ നൽകാനാണ് തീരുമാനം. പുനഃപരിശോധനാ ഹർജി അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.